ദുബൈയിലെ മലയാളികളുടെ വികാരമായ കരാമയിലെ വൈകുന്നേരങ്ങൾ. വീക്കെൻഡുകളിലും മറ്റും ഭക്ഷണത്തിന്റെ പല രുചികളും തേടി മറ്റു എമിറേറ്റുകളിൽ നിന്ന് പോലും പ്രവാസികൾ എത്തുമ്പോൾ എല്ലാവരെയും ഒരുപോലെ വലയ്ക്കുന്നത് ട്രാഫിക് ബ്ലോക്കും തിരക്കുമാണ്. എങ്കിലും കരാമയിലെ തിരക്കിന് ഒരു കുറവും ഉണ്ടാകാറില്ല. ആ കരാമയാണ് ഇനി മാറാൻ പോകുന്നത്. കാറുകളും ട്രാഫിക് ബ്ലോക്കുകളും ഒന്നുമില്ലാത്ത തെരുവുകളാകാൻ ഒരുങ്ങുകയാണ്. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബൈ കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അടുത്തിടെ പ്രഖ്യാപിച്ച സൂപ്പർ ബ്ലോക്ക് പദ്ധതിക്കായുള്ള കാത്തിരിപ്പിലാണ് ദുബൈയിലെ തിരക്കേറിയ തെരുവുകൾ. കറാമയെ കൂടാതെ അൽഫാഹിദി, അബുഹെയിൽ, അൽഖുസ് ക്രിയേറ്റീവ് സോൺ തുടങ്ങിയിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ കാറുകളൊന്നുമില്ലാത്ത കാൽനട സൗഹൃദ തെരുവുകളാകാൻ ഒരുങ്ങുന്നത്. വായുമലിനീകരണത്തിന് സൂപ്പർ ബ്ലോക്കിടുകയാണ് ദുബായ്. പച്ചപ്പ് വിരിച്ചിട്ട പാതകളിൽ ശുദ്ധവായു ശ്വസിച്ച് സൈക്കിളിലും നടന്നും ഈ തെരുവുകളിലൂടെ പോകാനാകും. കാർബൺ മലിനീകരണം കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ദുബൈ 2040 അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് പദ്ധതി. വാഹനങ്ങളുടെ തിരക്കും ബഹളങ്ങളൊന്നുമില്ലാത്ത തിരുവോരങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് താമസക്കാർ. 6500 കിലോമീറ്റർ നടപ്പാത ശൃംഖലയുടെ രൂപരേഖയും തയ്യാറാക്കുന്നുണ്ട്. 160 പ്രദേശങ്ങളിലായാണ് നടപ്പാത.